ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഋതിക മേഡത്തിന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. സുഖായിരിക്കുന്നു. രാജുവിന്റെ മറുപടി തന്നെ ഉണ്ടല്ലോ എന്തോ ഒരു പ്രശ്നം. സർ, എനിക്ക് ഒരു ഹാഫ് ഡേ ലീവ് വേണമായിരുന്നു. ആയുഷനെയും കൊണ്ട് ഒരിടം വരെ പോവാനാ. ഞങ്ങള് ടീച്ചറെ കാണാൻ വന്നതാ. ടീച്ചർ ഇല്ലല്ലോ, ഇന്ന് ഡാൻസ് പ്രാക്ടീസ് ഇല്ലാത്ത ദിവസമാണ്. ഞാനേ കുഞ്ഞിനെ ഇവിടെ ഡാൻസ് ക്ലാസ്സിൽ ചേർക്കാൻ വന്നതാ. ഇവൾക്ക് ഒരു പുതിയ അഡ്മിഷൻ വേണം. എന്തായാലും ഇന്ന് അവധി ദിവസമാണ്, നാളെ വരൂ. അല്ല, ക്ലാസ്സിന് നാളെ വരാം. ടീച്ചർ ഒന്ന് കാണാൻ പറ്റുമോ? ഇന്ന് പറ്റില്ല, ആകപ്പാടെ കിട്ടുന്ന ഒരു ദിവസത്തെ അവധിയല്ലേ. ടീച്ചർ റെസ്റ്റ് എടുക്ക. ഞാനേ ഡ്രൈവർ വേണു പറഞ്ഞിട്ട് വന്നതാ. ടീച്ചറോട് പറഞ്ഞാ മതി, ടീച്ചർക്ക് അറിയാം. ആര് പറഞ്ഞിട്ടാണെങ്കിലും നാളെ ടീച്ചറെ കാണാൻ പറ്റൂ. നിങ്ങൾ ചെല്ല്. നാളെ വരാവേ. രാജ നിക്കൂ. പത്മാവതി മാഡം, വരൂ. മോളെ ഇറങ്ങ. പത്മാവതി മാഡം, മാഡം അല്ല, അമ്മ. അങ്ങനെ വിളിക്കാവൂ, അങ്ങനെ മാത്രം. മോള് വാ. ഇത് ഗീത. ഇവിടെ എനിക്കൊരു ഹെൽപ്പിനായിട്ട് നിൽക്കുന്നതാ. ഞാനില്ല എന്ന് ഗീത പറഞ്ഞതില് ഇവളോട് അപ്രിയൊന്നും തോന്നരുത് കേട്ടോ. അയ്യോ ഇല്ല.
ഞാൻ പറഞ്ഞിട്ടാ ഇവളങ്ങനെ പറഞ്ഞത്. രാജു എനിക്കാരാന്ന് ഗീതയ്ക്ക് അറിയില്ലല്ലോ. ഗീത, ചായ എടുക്ക്. ആ, നിങ്ങൾ ഇരിക്കേ. കുഴപ്പമില്ല. മോളിരിക്കേ. ഇരിക്ക് രാജു. മോളുടെ പേരെന്താ? ഐഷു. നല്ല പേര്. മോൾ എത്ര സ്റ്റാൻഡേർഡിലാ പഠിക്കുന്നത്? 5th. ഇവളെന്റെ ചേച്ചിയുടെ കുട്ടിയാ. അതറിയാം. മോൾക്ക് ഡാൻസ് പഠിക്കണമെന്ന് ആഗ്രഹം. അപ്പൊ അച്ഛനാ പറഞ്ഞത് ഇവിടെ കൊണ്ടുവന്ന് ചേർക്കാൻ. അതിനെന്താ, നമുക്ക് ഡാൻസ് പഠിക്കാലോ. എനിക്ക് ഇന്ന് ചെറിയൊരു യാത്രയുണ്ട്. മറ്റന്നാൾ മുതല് നമുക്ക് ക്ലാസ് തുടങ്ങാം. എന്തു പറയുന്നു? ശരി ആന്റി. ആ, രാജു ഒന്ന് വന്നേ. മോളോട് ഇരിക്കേ, ഞാനിപ്പോ വരാവേ. നമ്മുടെ ചില കാര്യങ്ങള് ഐഷും ഗീത അറിയണ്ട. അതാ ഇങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാന്ന് കരുതിയത്. മനസ്സിലായി. ആ, മോൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? അത് ചോദിക്കാൻ മറന്നുപോയി. ഋതിക മേഡത്തിന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. സുഖായിരിക്കുന്നോ? രാജുവിന്റെ മറുപടി തന്നെ ഉണ്ടല്ലോ എന്തോ ഒരു പ്രശ്നം. ഞാനെന്തായാലും അവളുടെ അമ്മയല്ലേ രാജു. എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നോട് മറച്ചു വെക്കരുത്. പറയേ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പിണക്കത്തിലാണോ? ചെറിയൊരു സൗന്ദര്യപ്പിണക്കം. എത്ര ദിവസമായി പിണക്കം തുടങ്ങിയിട്ട്? കുറച്ച് ദിവസമായി. ഒരു പിണക്കവും നീട്ടിക്കൊണ്ട് പോകരുത് രാജു. അത് വലിയ പ്രശ്നമാവും. അല്ല, എന്താ പിണക്കത്തിന് കാരണം? അതും അമ്മ എന്റെ ബൈക്കിൽ എഴുതി വെച്ച ആ ലെറ്റർ പ്രശ്നമായത്. എങ്ങനെ? അന്ന് എന്റെ കഴുത്തില് രാജ താലി കെട്ടാൻ കാരണം എന്റെ അമ്മയല്ലേ? എന്താ ഞാൻ ചോദിച്ചതിന് മറുപടിയില്ലേ? മാഡം ചോദിച്ചത് ശരിയാ. മാഡത്തിന്റെ അമ്മ തന്ന താലി കൊണ്ടാ മാഡത്തെ ഞാൻ കല്യാണം കഴിച്ച. അകലേ